പ്രധാനമന്ത്രി, താങ്കളുടെ ജീവിതത്തിലും കരിയറിലും ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങൾ താങ്കൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 2002 ഗുജറാത്ത് കലാപം. ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വെല്ലുവിളിയേറിയ ഒരു സംഭവമായിരുന്നു അത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുണ്ടായ സംഘർഷം, ഏതാണ്ട് 1000-ലേറെ ആളുകൾ കൊല്ലപ്പെട്ട സംഭവം. ആ സമയത്ത് താങ്കൾ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ആ സംഭവത്തിൽ നിന്ന് താങ്കൾ പഠിച്ച പാഠം എന്താണ്? ഞാൻ ഇതും കൂടി കൂട്ടിച്ചേർക്കുന്നു. ഭാരതത്തിന്റെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി ഒന്നല്ല 2 തവണ 2012-ലും 2022-ലും താങ്കൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്നുള്ള വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഈ സംഭവത്തിൽ നിന്ന് താങ്കൾ മനസ്സിലാക്കിയെടുത്ത പാഠമാണ്. നോക്കൂ, എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത്, താങ്കൾ മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു താങ്കൾ ഈ ഇന്റർവ്യൂ ചെയ്യുന്നതിൽ വളരെ പ്രാഗൽഭ്യമുള്ള ആളൊന്നുമല്ല എന്ന്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. താങ്കൾ തുടർച്ചയായി പോഡ്കാസ്റ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിനുവേണ്ടി സമയമെടുത്ത് പഠിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും താങ്കൾക്ക് ഇതിൽ നല്ല ഭാവിയുമുണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നതിന് എന്നെക്കുറിച്ച് പഠിക്കുക മാത്രമല്ല, ഭാരതത്തിന്റെ പൂർണ്ണമായ ചരിത്രം മനസ്സിലാക്കാൻ താങ്കൾ ശ്രമിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഓരോ സംഭവങ്ങളുടെയും വസ്തുത മനസ്സിലാക്കാനുള്ള ഒരു ശ്രമവും താങ്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. സത്യം കണ്ടെത്താനുള്ള താങ്കളുടെ പരിശ്രമത്തിൽ ഒരു ഉത്തരവാദിത്തം ഞാൻ കാണുന്നുണ്ട്. തീർച്ചയായും ഞാനതിൽ താങ്കളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. തീർച്ചയായും താങ്കൾ ചോദിച്ച ചോദ്യത്തിന് വ്യക്തമായി തന്നെ ഞാൻ ഉത്തരം പറയാം. പക്ഷേ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് 2002-ന് കുറച്ചു കാലം മുമ്പുള്ള സംഭവങ്ങൾ കൂടി താങ്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഗുജറാത്ത് കലാപത്തിന് തൊട്ട് മുമ്പുള്ള ഒരു 12-15 മാസത്തെ ഒരു ചിത്രം ഞാൻ താങ്കൾക്ക് വ്യക്തമാക്കി തരാൻ ആഗ്രഹിക്കുന്നു. അത് കേട്ട് കഴിയുമ്പോൾ തീർച്ചയായും താങ്കൾക്കും അമ്പരപ്പുണ്ടാകും എന്ത് അവസ്ഥയായിരുന്നു രാജ്യത്തുണ്ടായിരുന്നതെന്ന്. ഡിസംബർ 24, 1999, 2002-നും 3 വർഷം മുമ്പുള്ള കാര്യമാണ്. കാഠ്മണ്ഡുവിൽ നിന്ന് ദില്ലിയിലേക്കുള്ള ഫ്ലൈറ്റ് ചില തീവ്രവാദികൾ റാഞ്ചി കാണ്ഡഹാറിലേക്ക് കൊണ്ടുപോയൊരു സംഭവം താങ്കൾക്ക് ഓർമ്മയുണ്ടോ? ഭാരതത്തിലെ 100 കണക്കിന് യാത്രക്കാരെ അവർ ബന്ദികളാക്കി വിലപേശുകയും ചെയ്തു. സാധാരണക്കാരായ ഭാരതീയരുടെ ജീവനുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെ രാജ്യത്ത് വളരെ അലയലുകളുണ്ടായി. മറ്റൊന്ന്, 2000-ൽ തന്നെ ചെങ്കോട്ടയിലും തീവ്രവാദി ആക്രമണം ഉണ്ടായി. സെപ്റ്റംബർ 11, 2001-ൽ അമേരിക്കയിലെ ടിൻ ടവറിൽ വളരെ വലിയ തീവ്രവാദി ആക്രമണം ഉണ്ടായി. അതായത് ആ സമയത്ത് ലോകത്തെല്ലായിടത്തും ഇത്തരം തീവ്രവാദി ആക്രമണം നടത്തുന്നത് ഏതാണ്ട് ഒരേ ജനുസിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. 2001 ഒക്ടോബറിൽ ജമ്മു കാശ്മീർ നിയമസഭയ്ക്കെതിരെ തീവ്രവാദ ആക്രമണം ഉണ്ടായി. ഡിസംബർ 13, 2001-ന് ഭാരതത്തിന്റെ പാർലമെന്റിനെതിരെ പോലും തീവ്രവാദ ആക്രമണം ഉണ്ടായി. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ആ സമയത്തെ ഒരു 8-10 മാസത്തെ ലോകത്താകെയുള്ള തീവ്രവാദ ആക്രമണങ്ങളും സംഭവങ്ങളും എടുത്തു നോക്കിയാൽ ലോകം തന്നെ ഒരു ഭയചകിതമായ അവസ്ഥയിലായിരുന്നു. തീവ്രവാദം, ബോംബ് സ്ഫോടനം, സാധാരണക്കാരുടെ രക്തം, ഇങ്ങനെയായിരുന്നു എല്ലാ വാർത്തകളിലും ഉണ്ടായിരുന്നത്. ലോകമാകെ അശാന്തിയുടെ ഒരു കാലഘട്ടമായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. ഏതാണ്ട് ഇതേ കാലഘട്ടത്തിലാണ് ഒക്ടോബർ 7, 2001-നാണ് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാകാനുള്ള അവസരം എനിക്ക് ലഭിക്കുന്നത്. പക്ഷേ ആ സമയത്ത് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം വന്നത്, ഞാൻ ഭരണം ഏറ്റെടുക്കുന്നതിന് തൊട്ടു മുമ്പ് ഗുജറാത്ത് വളരെ ഭയാനകമായ ഒരു ഭൂകമ്പത്തെ അതിജീവിച്ചിരുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഭൂകമ്പം എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലായിരുന്നു ഞാൻ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ആയിരക്കണക്കിന് ആളുകൾ ആ ഭൂകമ്പത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഞാൻ മുഖ്യമന്ത്രിയെ ചുമതലയേറ്റതിനു ശേഷം ആദ്യ ദിവസം മുതൽ ഈ പുനരുദ്ധാരണത്തിന്റെ പിന്നാലെ തന്നെയായിരുന്നു. എനിക്ക് ആ സമയത്ത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പരിചയവും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ അതിനു മുമ്പ് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ല, ഞാൻ MLA പോലും ആയിട്ടില്ല, ഇലക്ഷനിൽ മത്സരിച്ചിട്ടില്ല. അങ്ങനെ ഒരു പരിചയമില്ലാത്ത ഒരു മേഖലയിൽ നിന്നാണ് പെട്ടെന്ന് എനിക്ക് ഗുജറാത്ത് പോലൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കേണ്ടി വരുന്നത്. ഞാൻ 2002 ഫെബ്രുവരി 24-നാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി MLA ആകുന്നത്. ഗുജറാത്ത് നിയമസഭയിൽ ഞാൻ ആദ്യമായി കാലുവെക്കുന്നത് തന്നെ ഫെബ്രുവരി 25-നോ 26-നോ ആണ്. ഫെബ്രുവരി 27, 2002 അന്ന് ഗുജറാത്തിന്റെ ബജറ്റ് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട MLA ആയിട്ട് വെറും 3 ദിവസമായിട്ടുള്ളൂ. ആ ദിവസം തന്നെയാണ് ഗോദ്രയിലെ സംഭവമുണ്ടായത്. തീവണ്ടിയിൽ സാധാരണ ജനങ്ങളെ ജീവനോടെ കത്തിച്ച സംഭവം. നോക്കൂ, താങ്കൾ തന്നെ ആലോചിച്ച് നോക്കൂ. കാണ്ഡഹാറിലെ വിമാന റാഞ്ചൽ, അതിനുശേഷം പാർലമെന്റിനെതിരെയുള്ള ആക്രമണം, അങ്ങനെ നിരവധി തീവ്രവാദ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഗോദ്രയിൽ
തീവണ്ടിയിൽ ജീവനോടെ സാധാരണ ജനങ്ങളെ കത്തിക്കുന്ന ഈ സംഭവം ഉണ്ടായത്. താങ്കൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അന്നത്തെ ജനങ്ങളുടെ ചിന്താഗതി എന്തായിരിക്കുമെന്ന്. ഒന്നും സംഭവിക്കരുതേ എന്നുള്ള പ്രാർത്ഥന ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. സമാധാനം ഉണ്ടായിരിക്കണമെന്നാണ് ഞങ്ങളും ആഗ്രഹിച്ചത്. രണ്ടാമത്തെ കാര്യം, എല്ലാവരും 2002 ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. അത് എന്തോ വലിയ സംഭവമാക്കിയാണ് ഇവർ ചിത്രീകരിക്കുന്നത്. എന്നാൽ അതിനു മുമ്പുള്ള ഗുജറാത്തിൻ്റെ കലാപ ചരിത്രത്തെക്കുറിച്ച് ഡേറ്റ പരിശോധിച്ചാൽ 2002 മുമ്പ് മിക്കവാറും സമയങ്ങളിൽ ഗുജറാത്തിൽ എപ്പോഴും കർഫ്യൂ ആയിരുന്നു. 2 സൈക്കിൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായാൽ പോലും അതിനെ തുടർന്ന് വലിയ വർഗീയ കലാപങ്ങൾ ഗുജറാത്തിൽ സ്ഥിരമായിരുന്നു. 2002 മുമ്പുള്ള മാത്രം കണക്കെടുത്ത് നോക്കിയാൽ ഗുജറാത്തിൽ ഏതാണ്ട് 250-ലധികം വലിയ വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1969 ഒരു വർഗീയ കലാപം ഗുജറാത്തിൽ ഉണ്ടായിരുന്നത് ഏതാണ്ട് 6 മാസമാണ് തുടർന്നു പോന്നിരുന്നത്. ഞാനിത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ 1969 BJP പോലും ഇല്ല. ഞാൻ പറഞ്ഞു വന്നത് 2002 ഇത്തരമൊരു സംഭവം ഉണ്ടാകാനുള്ള കാരണം, സ്പാർക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഗോദ്രയിലെ ഭയാനകമായ ഈ സംഭവമായിരുന്നു. പക്ഷേ കോടതി അതിനെക്കുറിച്ച് നന്നായി പഠിച്ചു, അന്വേഷിച്ചു. സമയത്ത് രാജ്യം ഭരിച്ചിരുന്നത് എന്നോട് ദേഷ്യമുള്ള സർക്കാരായിരുന്നു, കോൺഗ്രസിന്റെ സർക്കാരായിരുന്നു. ആഗ്രഹം ഇതിന്റെ ഉത്തരവാദിത്വം എങ്ങനെയെങ്കിലും എന്റെയും എൻ്റെ പാർട്ടിയുടെയും തലയിൽ വെക്കണമെന്നായിരുന്നു. ഉള്ള പരിശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് പലതവണ, ലക്ഷക്കണക്കിന് തവണ ഉണ്ടായിട്ടും കോടതി എല്ലാത്തിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പഠിച്ച് ഏതാണ്ട് 2 തവണയാണ് ഭാരതത്തിന്റെ പരമോന്നത കോടതി ഇതിനെക്കുറിച്ച് വിശദമായി പഠിച്ച് ഞങ്ങൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന തരത്തിലുള്ള വിധി പുറപ്പെടുവിച്ചത്. ആരാണോ തെറ്റ് ചെയ്തത് അവർക്കുള്ള ശിക്ഷയും കോടതി നൽകിയിട്ടുണ്ട്. ആരും ചർച്ച ചെയ്യാതെ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്നാൽ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് 2002 മുമ്പ് എല്ലാ മാസവും കലാപങ്ങൾ നടന്നിരുന്ന ഗുജറാത്തിൽ 2002 ശേഷം ഇന്ന് 2025 വരെ ഒരു മേജർ വർഗീയ കലാപങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അവിടെ ഇന്ന് പൂർണ്ണമായ ശാന്തി സമാധാനവുമാണ് ഉള്ളത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നത് തന്നെ ഞങ്ങൾ BJP സർക്കാർ ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് കളിക്കുന്നില്ല എന്നത് തന്നെയാണ്. ഞങ്ങൾക്ക് ഭരണം കിട്ടിയ കാലം മുതൽ തന്നെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്ന മന്ത്രത്തിലാണ് പ്രവർത്തിക്കുന്നത്. പ്രീണന രാഷ്ട്രീയത്തിൽ നിന്ന് ഞങ്ങൾ വികസന രാഷ്ട്രീയത്തിലേക്ക് ജനങ്ങളുടെ ചിന്താഗതി മാറ്റിയെടുത്തു. ആ രീതിയിൽ ഭരണം മാറ്റിയെടുത്തു. അതുകൊണ്ട് തന്നെ നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള എല്ലാവരും ഞങ്ങളോട് കൂടുതൽ അടുത്തു. അതുകൊണ്ട് തന്നെ ഗുജറാത്തിൽ സുസ്ഥിരമായ സർക്കാർ ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഗുജറാത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വികസിത സംസ്ഥാനമാക്കി മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. പ്രധാനമന്ത്രിജി, എനിക്കറിയാം ലോകത്ത് ഒരുപാട് ആളുകൾ താങ്കളെ സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ താങ്കളെ എതിർക്കുന്ന ചില ആളുകളുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് മാധ്യമപ്രവർത്തകരാണ്. മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ താങ്കളെ വിമർശിക്കുന്നത് ഈ ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ തന്നെയാണ്. താങ്കളുടെ ജീവിതത്തിൽ, താങ്കളുടെ കരിയറിൽ ഇത്തരം വിമർശനങ്ങളെ താങ്കൾ എങ്ങനെയാണ് നേരിടുന്നത്? നോക്കൂ, താങ്കൾ എന്നോട് ചോദിച്ചത് വിമർശനങ്ങളെ എങ്ങനെ നേരിടുന്നു എന്നാണ്. അത് ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ വിമർശനങ്ങളെ ഞാൻ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നുണ്ട്. എൻ്റെ ദൃഢനിശ്ചയം ഇങ്ങനെയാണ്: ഒരു നല്ല വിമർശനം ഒരു നല്ല ജനാധിപത്യത്തിന് അത്യാവശ്യം തന്നെയാണ്. നിങ്ങളുടെ രക്തത്തിൽ, നിങ്ങളുടെ സ്വഭാവത്തിൽ നിങ്ങളൊരു ജനാധിപത്യവാദിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിമർശനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ചേ മതിയാകൂ. ഭാരതത്തിൻ്റെ പൗരാണിക ശാസ്ത്രം പറയുന്നത് നിങ്ങളെ വിമർശിക്കുന്നവരെ നിങ്ങൾ കൂടുതൽ ചേർത്ത് നിർത്തണമെന്നാണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ജനാധിപത്യ രീതിയിൽ നിങ്ങളുടെ ഭരണം പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ. ചുറ്റും സ്തുതിപാഠകർ മാത്രമാണുള്ളതെങ്കിൽ നിങ്ങൾക്ക് നന്നായി ഭരിക്കാൻ കഴിയില്ല. നിങ്ങൾക്കൊപ്പം തീർച്ചയായും നിങ്ങളുടെ വിമർശകരും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് വിമർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ഇതിനേക്കാൾ കൂടുതൽ കഠിനമായ വിമർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം എന്ന് തന്നെയാണ്. പക്ഷേ എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് നമുക്ക് ചുറ്റും നടക്കുന്നത് വിമർശനങ്ങളല്ല എന്നുള്ളതാണ്. ഒരു യഥാർത്ഥ വിമർശനം നടത്തണമെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിലായി പഠിക്കേണ്ടതുണ്ട്. നന്നായി പഠിച്ചു മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥ വിമർശനം നടത്താൻ കഴിയുകയുള്ളൂ. എന്നാൽ ഇന്നത്തെ കാലത്ത് അതിനുള്ള സമയമില്ലാത്ത ആളുകൾ വിമർശനം പൂർണ്ണമായി ഒഴിവാക്കി വെച്ചിട്ട് അവർക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് മാത്രം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ആരോപണവും വിമർശനവും രണ്ടും രണ്ട് തന്നെയാണ്. ഇപ്പോൾ താങ്കൾ തന്നെ ചൂണ്ടിക്കാണിച്ച ഈ മാധ്യമപ്രവർത്തകരുണ്ടല്ലോ, അവരിൽ പലരും ചെയ്യുന്നത് ആരോപണം ഉന്നയിക്കലാണ്, വിമർശനം ഉന്നയിക്കലല്ല. അവർ കൃത്യമായി പഠിച്ച് ഓരോ വിഷയത്തെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാനത് മനസ്സിലാക്കി അതിൽ വേണ്ട തിരുത്തലുകൾ വരുത്തുക തന്നെ ചെയ്യും. പക്ഷേ ആരോപണങ്ങൾക്ക് ചെവി കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്കതിനുള്ള സമയവുമില്ല. ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്കിന് ഏറ്റവും അത്യാവശ്യം സത്യസന്ധമായ വിമർശനങ്ങളാണ്. ഇത്തരം ആരോപണങ്ങൾ കൊണ്ട് ആർക്കും ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല.
പ്രധാനമന്ത്രിജി, താങ്കൾ പറഞ്ഞത് വളരെ നല്ല കാര്യം തന്നെയാണ്. തീർച്ചയായും ഞാനും ഈ ആത്മാവുള്ള ജേർണലിസത്തെയാണ് ഇഷ്ടപ്പെടുന്നത്. ശരിയാണ് താങ്കൾ പറഞ്ഞത്. ഇന്നത്തെ കാലത്ത് പെട്ടെന്ന് അട്രാക്ട് ചെയ്യപ്പെടുന്നതിന് വേണ്ടി ആളുകൾ ഹെഡ്ലൈൻസിനാണ് പ്രാധാന്യം നൽകുന്നത്. ഹെഡ്ലൈൻസിന് വേണ്ടി എന്തും എഴുതി വെക്കുന്ന തരത്തിലേക്ക് ഇന്നത്തെ കാലത്തെ മാധ്യമപ്രവർത്തനം മാറിയിട്ടുണ്ട്. ഇപ്പോൾ താങ്കളെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യുന്നതിന് വേണ്ടി മാത്രം തന്നെ ഞാൻ എത്രത്തോളം ബുക്കുകൾ വായിച്ചിട്ടുണ്ട്, എത്രത്തോളം റെഫറൻസുകൾ എടുത്തിട്ടുണ്ട്, എത്ര ബുദ്ധിമുട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. തീർച്ചയായും ജേർണലിസ്റ്റുകളും അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ അവർക്ക് നല്ല വിമർശനങ്ങൾ ഉന്നയിക്കാൻ കഴിയുകയുള്ളൂ. താങ്കൾ പറഞ്ഞത് വളരെ ശരി തന്നെയാണ്. ലോകത്തുള്ള എല്ലാ മാധ്യമപ്രവർത്തകരും ആ രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് ഓരോ വിഷയത്തെക്കുറിച്ചും കൂടുതൽ പഠിച്ച് വിമർശനങ്ങൾ ഉന്നയിക്കണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ആ രീതിയിൽ നന്നായി പഠിച്ച് വിഷയാധിഷ്ഠിതമായി വിമർശനങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്ന ജേർണലിസ്റ്റുകൾ ഉണ്ടാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. നോക്കൂ, ഞാൻ പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. നന്നായി പഠിച്ച് ഓരോ വിഷയത്തെക്കുറിച്ചും അനലൈസ് ചെയ്തുള്ള ശരിയായ വിമർശനങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഓരോ പോളിസി മേക്കിങ്ങിലും നല്ല രീതിയിൽ ഗുണപ്രദമാകുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലുള്ള വിമർശനങ്ങൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. നോക്കൂ, ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തകരുടെ ഈ ഹെഡ്ലൈൻ ജേർണലിസം. ഇന്നത്തെ കാലത്ത് റീച്ച് കിട്ടുന്നതിന് വേണ്ടി ഹെഡ്ലൈൻസിൽ എന്തെങ്കിലുമൊക്കെ ചില വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ അതിനെപ്പോലും ഞാൻ അത്ര തെറ്റായി കാണുന്നില്ല. എന്നാൽ സത്യത്തെ പൂർണ്ണമായി തിരസ്കരിച്ചുകൊണ്ട് ചില പ്രത്യേക അജണ്ടകൾക്ക് വേണ്ടി മാത്രം മാധ്യമപ്രവർത്തകർ പ്രവർത്തിക്കുമ്പോഴാണ് എനിക്ക് എതിർത്ത് സംസാരിക്കേണ്ടി വരുന്നത്. കാരണം അത്തരം അജണ്ട വെച്ചിട്ടുള്ള മാധ്യമപ്രവർത്തനങ്ങൾ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ തകർക്കുകയാണ് ചെയ്യുന്നത്. രാജ്യത്തെ യുവാക്കളെ വഴിതിരിച്ചുവിടാനാണ് അത്തരം മാധ്യമപ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഹെഡ്ലൈൻസിൽ ചില വാക്കുകൾ ഉപയോഗിച്ച് ഒരു ഗിമ്മിക്ക് കാണിക്കുന്നത് ഇന്നത്തെ കാലത്തിൻ്റെ ആവശ്യകതയാണ്. അത് നമുക്ക് മനസ്സിലാക്കാം. ഒരു പ്രത്യേക അജണ്ട രാജ്യത്തിനെതിരായി സൃഷ്ടിക്കുമ്പോഴാണ് പ്രശ്നം. ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. മന്ത്രിജി, എനിക്ക് തോന്നുന്നത് അവിടെ തന്നെയാണ് സത്യം കുഴിച്ചു മൂടപ്പെടുന്നത്. നോക്കൂ, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ലണ്ടനിലാണെന്ന് തോന്നുന്നു ഞാൻ ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ലണ്ടനിൽ വെച്ച് ഒരു ഗുജറാത്തി പത്രത്തിൻ്റെ ഓഫീസിലാണ് ഞാൻ സംസാരിച്ചത്. അത് മാധ്യമപ്രവർത്തകരുടെ ഒരു മീറ്റിംഗ് ആയിരുന്നു. ഞാൻ അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു മാധ്യമപ്രവർത്തകർ എങ്ങനെയായിരിക്കണം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? ഈച്ചയെ പോലെയാകണോ അതോ തേനീച്ചയെ പോലെയാകണോ? നിങ്ങൾ ചിന്തിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. നോക്കൂ, ഈച്ചയാണെങ്കിൽ എവിടെയൊക്കെ വൃത്തികേടുകളുണ്ടോ, വിസർജ്യങ്ങളുണ്ടോ അവയിൽ പോയിരുന്നിട്ട് എല്ലായിടത്തും അത് തന്നെ പരത്താനാണ് ശ്രമിക്കുന്നത്, അതിനോടൊപ്പം രോഗങ്ങളും. അതേസമയം തേനീച്ചയാണെങ്കിൽ പൂക്കളിലിരുന്നു കൊണ്ട് തേൻ കുടിക്കുകയും തേൻ പരത്തുകയും ചെയ്യുന്നു, അതിനോടൊപ്പം പരാഗണവും ചെയ്യുന്നു. എന്നാൽ അതേ തേനീച്ച തന്നെ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നല്ല കുത്തും തരും. പിന്നെ 3 ദിവസം മുഖം എവിടെയും കാണിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ആക്രമണമായിരിക്കും അത്. പക്ഷേ അന്നും ഞാൻ പറഞ്ഞതിൽ നിന്ന് അവർക്ക് വേണ്ടത് മാത്രം അടർത്തിയെടുത്ത് അതിൽ വിവാദമുണ്ടാക്കാനാണ് ചിലർ ശ്രമിച്ചത്. എന്നാൽ ഞാൻ വളരെ ഉത്തരവാദിത്തോടുകൂടി തന്നെയാണ് ഇത് പറഞ്ഞത്. ഇങ്ങനെയായിരിക്കണം മാധ്യമപ്രവർത്തകർ ചെയ്യേണ്ടതെന്ന്. നിങ്ങൾ രാജ്യത്തിന് ഗുണപ്രദമാകുന്ന വാർത്തകൾ പ്രചരിപ്പിക്കുകയും വേണം. അതിനോടൊപ്പം തന്നെ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ തേനീച്ച കുത്തുന്നത് പോലെ കുത്തി 3 ദിവസത്തേക്ക് അവനെ എഴുന്നേക്കാൻ പറ്റാത്ത വിധത്തിൽ കിടത്തുകയും വേണമെന്നാണ്. എന്നാൽ ആ ഭാഗം അവർ പ്രചരിപ്പിച്ചില്ല. എന്ത് ചെയ്യാം? ഇന്നത്തെ കാലത്തും ചില ആളുകൾക്ക് ആ വിസർജ്യത്തിലിരിക്കുന്ന ഈച്ചയാകാനാണ് ഇഷ്ടം. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? പ്രധാനമന്ത്രി, തീർച്ചയായും ഞാനിത് മനസ്സിലാക്കുന്നു. ഒരു തേനീച്ചയെ പോലുള്ള മാധ്യമപ്രവർത്തനായി തുടരണമെന്ന്. പ്രധാനമന്ത്രിജി, താങ്കൾ തന്നെ ഇവിടെ പറഞ്ഞു 2002 മുമ്പ് താങ്കൾക്ക് രാഷ്ട്രീയത്തിൽ ഒരു പരിചയവും ഉണ്ടായിരുന്നില്ല, താങ്കൾ തിരഞ്ഞെടുപ്പുകളെ നേരിട്ടിട്ടില്ല എന്നും. പക്ഷേ 2002 ശേഷം ഞാൻ എണ്ണി നോക്കി, താങ്കൾ 8 ലക്ഷം നേരിട്ടിട്ടുണ്ട്. അങ്ങനെ 8 ലക്ഷങ്ങൾ നേരിട്ട് ജനങ്ങളുടെ ഹിതം സ്വീകരിച്ചാണ് താങ്കൾ ഇപ്പോഴും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി തുടരുന്നത്. ഏതാണ്ട് 140 കോടി ജനങ്ങളുള്ള രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇങ്ങനെ ജനാധിപത്യ പ്രക്രിയയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അതിനുവേണ്ടി താങ്കൾ എന്താണ് ചെയ്യുന്നത്? നോക്കൂ, ഞാൻ പറഞ്ഞത് ഞാൻ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വളരെ താമസിച്ച് വന്ന ആളാണ് എന്നാണ്. പക്ഷേ വളരെ നേരത്തെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ സംഘടനാ പ്രവർത്തനം വളരെ ചെറിയ പ്രായത്തിൽ ചെയ്തിട്ടുണ്ട്. സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞാൻ പല ഇലക്ഷനും മാനേജ് ചെയ്തിട്ടുണ്ട്. ആ പരിചയം എനിക്കുണ്ടായിരുന്നു. അതുകൂടാതെ കഴിഞ്ഞ 24 വർഷമായി എനിക്ക് ഭരണരംഗത്തും പരിചയമുണ്ട്. ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായും ജനങ്ങളെ സേവിക്കാനുള്ള അവസരം ജനങ്ങൾ എനിക്ക് നൽകി. ഞാൻ ഒരു സമർപ്പണ ഭാവത്തോടു കൂടി രാജ്യത്തെ ജനങ്ങളെ ഭഗവാന്റെ രൂപത്തിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരെനിക്ക് നൽകിയ ഈ അവസരം അവർക്ക് വേണ്ടി പരമാവധി ഹാർഡ് വർക്ക് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു.
ഞാൻ ഒരിക്കലും അവർ എന്നിലർപ്പിച്ച വിശ്വാസം തകർക്കാൻ ശ്രമിക്കുകയില്ല, അതിനുവേണ്ടി ഒന്നും ചെയ്യുകയില്ല. ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന കാലം മുതൽ ഇപ്പോഴും എൻ്റെ എല്ലാ പദ്ധതികളുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് സാച്ചുറേഷൻ ലെവലാണ്. അതായത് ഏത് പദ്ധതിയാണെങ്കിലും അത് 100% പൂർത്തീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ നയം. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ജാതി മത വർഗ വർണ്ണ ഭേദഭാവം എൻ്റെ ഒരു പരിപാടിയിലും ഉണ്ടായിരിക്കില്ല. അത് ജനങ്ങൾക്ക് വ്യക്തമായി അറിയാം. അതായത് ഞാൻ കൊണ്ടുവരുന്ന എല്ലാ പദ്ധതിയും എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പദ്ധതിയുടെ ഭാഗമായി ആർക്കെങ്കിലും എന്തെങ്കിലും ലഭിച്ചില്ലെങ്കിൽ തന്നെ അത് ഞാൻ ഇന്ന ജാതിയിൽപ്പെട്ട ആളായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ന മതത്തിൽപ്പെട്ട ആളായതുകൊണ്ടാണ്, ഇന്ന രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളായതുകൊണ്ടാണ് എനിക്ക് ലഭിക്കാത്തത് എന്നുള്ള ചിന്ത ഒരാൾക്കും വരില്ല. അയാൾക്ക് അതിനുള്ള അർഹത ഉണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ അർഹതയുള്ളവനാണെങ്കിൽ തീർച്ചയായും നാളെ എൻ്റെ ക്രമം വരുമ്പോൾ എനിക്ക് ലഭിക്കും എന്ന വിശ്വാസം ജനങ്ങൾക്കുണ്ട്. എൻ്റെ ഭരണ മോഡലിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് തന്നെ ജനങ്ങൾക്ക് എന്നിലുള്ള ഈ വിശ്വാസമാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം ഞാൻ ഒരു പോളിസിയും ഒരു പദ്ധതിയും കൊണ്ടുവരാറുമില്ല. എൻ്റെ രാജ്യത്തിന് എന്താണ് നല്ലത്, എൻ്റെ രാജ്യത്ത് സാധാരണക്കാർക്ക് എന്താണ് നല്ലത്, അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അല്ലാതെ അടുത്ത തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് വേണ്ടി ഒരു കുറുക്കു വഴിയും ഒരു പദ്ധതിയും ഞാൻ കൊണ്ടുവരാറില്ല. അതിലെനിക്ക് താല്പര്യവുമില്ല. അതെൻ്റെ പൊളിറ്റിക്സ് അല്ല. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ആത്മീയത തിരഞ്ഞെടുത്ത ആളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ രാജ്യത്തെയാണ്, എൻ്റെ രാജ്യത്തെ ജനങ്ങളെയാണ് ഞാൻ ഭഗവാന്റെ രൂപത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാനെ പൂജിക്കുന്ന ഒരു പൂജാരിയെ പോലെ ഈ ജനങ്ങളെയും ഈ രാജ്യത്തെയും സേവിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഇനിയും അങ്ങനെ മാത്രമേ ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ. മറ്റൊന്ന്, ഞാൻ ഒരിക്കലും ജനങ്ങളിൽ നിന്ന് അകന്ന് കൊട്ടാരത്തിൽ ജീവിക്കുന്ന ഒരാളല്ല. അവർക്കിടയിൽ ജീവിക്കുന്ന ഒരാളാണ്. അവരെ മനസ്സിലാക്കുന്ന ഒരാളാണ്. അത് അവർക്കും അറിയാം. ഞാൻ എപ്പോഴും ഇത് പറയാറുണ്ട്. നിങ്ങൾ 11 മണിക്കൂർ ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി 12 മണിക്കൂർ ജോലി ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ 12 മണിക്കൂർ ജോലി ചെയ്യുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി 14 മണിക്കൂർ ജോലി ചെയ്യാൻ തയ്യാറാണ് എന്ന്. മറ്റൊന്ന്, ഞാൻ വ്യക്തിപരമായ നേട്ടത്തിനു വേണ്ടി ഒന്നും ചെയ്യാറില്ല. അതും ജനങ്ങൾക്കറിയാം. എൻ്റെ കൂടെ എൻ്റെ ബന്ധുക്കളോ ആരുമില്ല. ഞാൻ വഴി അവരാരും ഒരു നേട്ടവും കൊയ്യുന്നില്ല. ഇതും ജനങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഏത് പാർട്ടിയിലാണോ പ്രവർത്തിക്കുന്നത് ആ പാർട്ടിയിൽ നിസ്വാർത്ഥരായ ലക്ഷക്കണക്കിന് പ്രവർത്തകരുണ്ട്. അവരുടെ സമർപ്പണ ഭാവമുണ്ട്. ഭാരതമാതാവിൻ്റെ പുരോഗതിക്ക് വേണ്ടി, ഭാരതീയരുടെ പുരോഗതിക്ക് വേണ്ടി അങ്ങനെ മാത്രം ചിന്തിച്ച് പ്രവർത്തിക്കുന്ന, രാഷ്ട്രീയത്തിൽ നിന്ന് യാതൊരു നേട്ടവും ആഗ്രഹിക്കാത്ത ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ പാർട്ടിയിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഭരണം നേടി എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം എന്നാഗ്രഹിക്കാത്ത അത്തരം ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരുടെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാത്ത പ്രവർത്തനങ്ങളുടെ കൂടി ഫലമാണ് എൻ്റെ ഓരോ ഇലക്ഷൻ വിജയങ്ങളും. അത്തരം നിസ്വാർത്ഥമായ ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ പ്രവർത്തനവും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ എത്ര തെരഞ്ഞെടുപ്പുകൾ ഞാൻ ജയിച്ചിട്ടുണ്ട് എന്നതിൻ്റെ കണക്കുകൾ ഞാൻ സൂക്ഷിക്കാറില്ല. പക്ഷേ എങ്കിലും തുടർച്ചയായി ജനങ്ങളുടെ ആശീർവാദം ഇലക്ഷൻ റിസൾട്ടായി എനിക്ക് ലഭിക്കുന്നുണ്ട് എന്നറിയാം.